എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഇത്തിരി വഴക്കൂടുമ്പോൾ തീരും. മനസ്സിലായി? ഒറ്റ അമുക്കോട് നമ്മൾ പറഞ്ഞു നോയിക്കൊണ്ടിരിക്കുവോ അവിടെ ഉണ്ടെങ്കിൽ എന്ത് പറഞ്ഞാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഊർവശിയും ഭർത്താവും തങ്ങൾ വഴക്കും. ഇത് കച്ചവടമല്ല, അല്ലാതെ ഇത് സേവനം മാത്രമല്ല. ഇതൊക്കെ ഒരു സീസണാണ്. അല്ലാതെ സിനിമയിൽ ഇങ്ങനെ സ്ഥായിയായിട്ട് ഇങ്ങനെ വേണമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും പുസ്തകമൊന്നും തന്നിട്ടില്ല. ഇത് നമ്മുടെ സംസ്കാരമാണ്, ഇംഗ്ലീഷുകാരുടെ സംസ്കാരമാണ്. എൻ്റെ പടത്തിൽ ഞാൻ ആ ഒരു സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ഇസ്രയേലിൽ താമസിക്കുന്ന ഒരുത്തൻ്റെ കഥ പറയാൻ ഇച്ചിരി കടുത്തു. ഞാൻ കൂട്ടിയ കൂടുതലായി. ഈ കോമഡി സിനിമ കുറയാനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ വയലൻസ് സിനിമകൾ കൂടുതൽ വന്ന് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊരു സീസണല്ലേ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ സിനിമ വന്ന് ആ സിനിമയിൽ നല്ല കയ്യടി നേടുന്ന ഡയലോഗ്സൊക്കെ നായകൻ സംസാരിക്കുന്നു. നമുക്ക് ആനുകാലികമായിട്ട് അല്ലെങ്കിൽ സമകാലീന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ വിജയിച്ചാൽ ഇത് കച്ചവടമല്ലേ, അല്ലാതെ ഇത് സേവനം മാത്രമല്ലല്ലോ. അപ്പോൾ അതിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ നല്ലതും ചീത്തയുമായിട്ടുള്ളതൊക്കെ അതിനകത്ത് ഉൾപ്പെടും. അങ്ങനെ വരുമ്പോൾ അത് കോമഡി സിനിമ രണ്ടെണ്ണം വിജയിച്ചാൽ അത് മഞ്ഞുമ്പൽ ബോയ്സ് പോലെ ഒരു പടം, അപ്പോൾ പ്രേമലി വന്നു, വാഴ വന്നു, അപ്പോൾ ആ ജോണറിലുള്ള സിനിമകൾ വിജയിക്കും എന്ന് പറഞ്ഞപ്പോൾ ദാ ജിങ്കാന വന്നു. ഇതൊക്കെ ഒരു സീസണാണ്. അല്ലാതെ സിനിമയിൽ ഇങ്ങനെ സ്ഥായിയായിട്ട് ഇങ്ങനെ വേണമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും പുസ്തകമൊന്നും തന്നിട്ടില്ല. ആദ്യം എടുക്കുമ്പോൾ ഈ സിനിമയായിരിക്കണം, ഇത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ ഈ സിനിമയായിരിക്കണം. പ്രതിഫലത്തിന് ഒരു നിശ്ചയിച്ച തുകയില്ല. ഇന്ന കഥാപാത്രങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവരിങ്ങനെ ചെയ്യണമെന്നില്ല. അത്തരം യാതൊരു നിയമങ്ങളും ഇവിടെ ഇല്ല. ഇങ്ങനെ വരും. കോമഡി സിനിമകൾ വിജയിക്കുമ്പോൾ കോമഡി, സീരിയസ് ആണ് വിജയിക്കുന്നത് തോന്നും സീരിയസ്. സാറിനടുത്താണ് ചോദിക്കുന്നത്. അപ്പം സാറിന് ഒരു മെയ്ഡൻ മൂവി വെഞ്ചറാണ്. ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അതും ഫിലിമാണ്. തീർച്ചയായും. അപ്പൊ ഈ ഒരു സിനിമ എന്തുകൊണ്ട് കാണണമെന്ന് സാറിന്റെ ഇത് പറയുന്നത്? ഞാൻ അതിന്റെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഒന്നൊരു സാഹചര്യം ഉണ്ടാക്കി തന്നല്ലോ. നിങ്ങൾക്ക് എന്താ ചോദിക്കണം ചോദിക്കാം. നമ്മളുടെ മുഖം ചിരിച്ച മുഖത്ത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതേപോലെ നിങ്ങളൊക്കെ നമ്മളൊരു സാഹചര്യം നമുക്ക് ഒരുക്കി തരികയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതം ഞാനും നിങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഞാനൊരു പഞ്ചായത്തിന്റെ കഥ, പാൻ പഞ്ചായത്ത് സിനിമ. നമ്മൾ തന്നെ താങ്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും നമ്മുടെ സംസ്കാരമാണത്. എത്രയും പെട്ടെന്ന് ഇതൊക്കെ നൂരി ക്യാമറ എടുത്ത് വെച്ചിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് കളിപ്പിച്ചാൽ പെണ്ണുമ്പിള്ള 2 ഇച്ചിരി ചോറുമൊക്കെ മേടിച്ച് നിന്ന് കിടക്കും. ഇതൊരാഗ്രഹമല്ലേ? ആണോ? വീട്ടിൽ അമ്മ കല്യാണം കഴിക്കാതെ തന്നെ അമ്മ അവിടെ അങ്ങ് വീട്ടിൽ പോയി ഒരു സിനിമ. ഇത് നമ്മുടെ സംസ്കാരമാണ്, ഇംഗ്ലീഷുകാരുടെ സംസ്കാരം അതല്ല. എൻ്റെ പടത്തിൽ ഞാൻ ആ ഒരു സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പഞ്ചായത്തൊന്നോ കോർപ്പറേഷനോ ഒന്നുമില്ല. പഞ്ചായത്തെന്ന് ഉദ്ദേശിക്കുന്ന ഒരു റീജിയൻ. അവിടെ നിങ്ങളെല്ലാവരും ഉണ്ടാവും അതിനകത്ത്. അങ്ങനെയാണല്ലോ ഒരു സ്ഥലം. ഇപ്പം നമ്മളൊരു കടയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവും, ചിലപ്പോൾ നമ്മളായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതൊന്നും എൻ്റെ പടത്തില്ല. ഒരു പഞ്ചായത്തിലെ കാര്യം മനസ്സിലാവുന്ന അതേ പറഞ്ഞിട്ടുള്ളൂ. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കഴിവനുസരിച്ച് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ, എൻ്റെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് വരെ നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് കരുതാൻ കാര്യം ഞങ്ങൾ പറഞ്ഞ ഈ സാഹചര്യം, ഈ പ്ലാറ്റ്ഫോം, നമ്മളെ സെറ്റിൽ മ്യൂസിക് ഇല്ല, വന്ന് ഇതായിരുന്നു നമ്മൾ കലേഷ എന്ത് ചെയ്യാം ഇവിടെ ചേട്ടാ ഇവിടെ. അപ്പോൾ അവരുടെ കഴിവ് അവർ എല്ലാവരും ആർട്ടിസ്റ്റ്, ഉർവശി ആയാലും നമ്മുടെ വീട്ടിലെ ആൾക്കാരായിരുന്നു എല്ലാവരും. ക്യാമറാമാനൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അനിൽ നായർ അദ്ദേഹമൊക്കെ നമ്മുടെ ആ ഒരു ഇതിലേക്ക് എത്താൻ ഒരു ദിവസം പോലും എത്തിയില്ല. നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇസ്രയേലിൽ താമസിക്കുന്ന ഒരുത്തൻ്റെ കഥ പറയാൻ ഇച്ചിരി കടുക്കും. ഞാൻ കൂട്ടിയ കൂടുതലല്ല. ശരിയാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇസ്രയേലിൽ പോയിട്ടില്ല. ഇവരെന്തുവാണ് പഠിച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. ഈ പഞ്ചായത്തിൽ നിന്നുകൊണ്ട് എല്ലാ തലത്തിലും നിന്നവനാണ് ഞാൻ. എൻ്റെ നാട്ടുകാർക്കറിയാം. അപ്പോൾ എനിക്കതറിയാം. മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞില്ല, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഇത്തിരി വഴക്കൂടുമ്പോൾ തീരും.
മനസ്സിലായി? ലൊക്കേഷൻ വഴക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി അത് പിടിക്ക് ഒറ്റ അമുക്കോട് നമ്മൾ പറഞ്ഞു നോയിക്കൊണ്ടിരിക്കുവോ അവിടെ സിനിമ അപ്പൊ ഇത് ഉണ്ടെങ്കിൽ എന്ത് പറഞ്ഞാണ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒന്ന് എഴുതണം, ആൾക്കാർക്ക് ടൈമില്ല. ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉർവശിയും ഭർത്താവും തങ്ങൾ വഴക്കും. ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഉണ്ണിയെ വേണ്ട ഇത് കേട്ടെടുത്തിട്ട് പിള്ളേരെ മിണ്ടായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എഴുതുമ്പോൾ നല്ലത് എഴുതിയാലും ഞങ്ങളുടെ സിനിമ ഞങ്ങൾ വഴക്ക് കൂടുമെന്ന് ചോദിച്ചു വീട്ടിൽ വഴക്ക് കൂടും. ഈ വഴക്ക് കൂടാത്തവനെ ഒന്ന് കൊണ്ടുപോക്കണം ആശുപത്രി. എതിരെ വരുമ്പോൾ ആരാ വരുന്നതെന്ന് നോക്കാത്ത ചില ആൾക്കാരുണ്ട്. ഒരു ഫീസ് വീക്കായിരിക്കും. നമ്മൾ വീട്ടിൽ വഴക്കൂടും. അച്ഛൻ്റെ അമ്മയിലേക്കും പെണ്ണും പിള്ളേരിക്കും അയൽത്തുകാരൻ്റെ വീട്ടിൽ പോയി വഴക്കൂടിയൊക്കെ ചെയ്തിക്കും അടിച്ചവന്മാർ വിളിക്കും. നമ്മുടെ വീട്ടിലല്ലേ നമുക്ക് വഴക്കൂടാൻ പറ്റും. നമ്മള് അത് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാം. ഈ ചെറുക്കന്മാരെ എനിക്ക് വിശ്വാസമില്ല. അവരൊന്നും 2 മണിയായി ലിസ്റ്റ് മെയ് 2 കാണണം കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം പറയണം. വലിയ അമിത പ്രതീക്ഷയൊന്നും തരുന്നൊരു സിനിമയായിട്ടല്ല. വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങി. തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റേതായ റിസ്ക് എല്ലാ പ്രൊഡ്യൂസേഴ്സിനെയും പോലെ നമുക്കും ഉണ്ടാവും. കാരണം ഇത് സിനിമ എങ്ങനെ വരും, എന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു സിനിമ ആയിരിക്കത്തില്ല എന്നൊരു വിശ്വാസം. എല്ലാവരും കാണണം, നന്നാവാൻ പ്രാർത്ഥിക്കുകയും വേണം. ആണ്ടിരിക്കുന്നു മഷിടപ്പ. അയ്യോ എന്തൊക്കെ സാധനങ്ങളാണ് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. ആണ്ടിരിക്കുന്ന ഒരു സാധനം ഒട്ടിക്കുന്ന പൊട്ടി വരെ ക്യാമറയാ. എന്തുവാണോ എന്തോ.